ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള TGT PGTയുടെ അഡ്മിറ്റ് കാർഡ്, അതായത് എക്സാം 13-14 തീയതി നടക്കുന്ന എക്സാമുകളിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് എടുക്കാം. ഇന്നലെ കുറച്ച് ഇഷ്യൂസ് സൈറ്റിനുണ്ടായിരുന്നു, ഇന്ന് കുഴപ്പമില്ല. അപ്പൊ അത് നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യേണ്ട, ഈ സൈറ്റിലേക്ക് കയറേണ്ട, ജസ്റ്റ് ഗൂഗിൾ എടുക്കുക. അതിൽ എക്സാമിനേഷൻ മാനേജ്മെന്റ് സർവീസ്, ജസ്റ്റ് EMRS അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. EMRS അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ തന്നെ എക്സാമിനേഷൻ മാനേജ്മെന്റ് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഇതാക്കടപ്പെടും ലോഗിൻ അഡ്മിറ്റ് കാർഡ്. ആ എക്സാമിനേഷൻ മാനേജ്മെന്റ് സർവീസ് ലോഗിൻ അഡ്മിറ്റ് കാർഡ് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വിൻഡോ തെളിഞ്ഞു വരും. ഇതിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ്, സെക്യൂരിറ്റി പിന്ന് വെച്ചാൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ O4I81K എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഡിസ്ക്ലൈമർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ലോഗിൻ കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിന് വേറൊരു കാര്യമുള്ളത് പറയാം. ഒരു സെക്കൻഡ്. ഓക്കെ, വേറൊരു കാര്യമുള്ളത്, പലരും അത് നമ്മൾ തലയൊക്കെ വെച്ച് 100 തവണ ഈ എക്സാം വിളിച്ച സമയത്ത് പറഞ്ഞതാണ്, നിങ്ങൾ ആദ്യം കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡ് എഴുതി വെക്കണം, മറന്നു വരുന്നത്. അക്ഷയ പോയി ചെയ്യുമ്പോൾ അക്ഷയുടെ ചേച്ചി ചേട്ടൻ ചെയ്തിട്ട് അവർക്ക് തോന്നിയ പോലെ ഇട്ടിട്ട് പോകും. അതിൽ തന്നെ ആപ്ലിക്കേഷനിൽ തന്നെ ഉണ്ട്. ആ യൂസർ നെയിം പാസ്വേഡ് മറന്നു പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. അതൊക്കെ എഴുതി വെക്കണമെന്ന്. ഒരുപാട് പേർക്ക് അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇനി അത് പറ്റിയവർക്കും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട്, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അതില് നിങ്ങൾക്ക് ഇപ്പൊ പാസ്വേഡ് അറിയത്തില്ല, പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം രജിസ്ട്രേഷൻ നമ്പരും നിങ്ങളെ പുതിയൊരു പാസ്വേഡ് കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ നോക്കുവാണ്. 25070. ഓക്കെ, ഞാനൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുത്തു. താഴെയുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, വന്നിട്ടില്ല. രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ കിട്ടി. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. യൂസിങ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അറിയുമെങ്കിൽ അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ യൂസിങ് വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ബൈ ടെക്സ്റ്റ് മെസ്സേജ്, അതായത് അന്ന് നിങ്ങൾ കൊടുത്ത ഇമെയിലിലോ അതിൽ വന്നിട്ടുണ്ടാവും, അത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ യൂസിങ് റീസെറ്റ് ലിങ്ക് സെൻഡ് ബൈ ഇമെയിൽ ടു രജിസ്ട്രേഷൻ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ആ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക, പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഡേറ്റ് മന്ത് ഇയർ കൊടുക്കുക, ഈ ക്യാപ്ച എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് അവിടെ ഓക്കെ ആയിട്ട് വരും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിലും ടെൻഷൻ അടിക്ക് വിഷമിക്കൊന്നും വേണ്ട, കിട്ടും. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ നമ്പർ 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്യാതെ ക്ലിയർ ചെയ്യാം. ഡോണ്ട് വറി. ഇനി നമ്മുടെ കുട്ടികളോട് നിങ്ങളെ പരീക്ഷ ഹോൾ ടിക്കറ്റ് എടുത്തവർക്ക് ഒരുവിധപ്പെട്ട എല്ലാവരും വിളിച്ചിരുന്നു, എല്ലാവർക്കും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെന്റേഴ്സ് എല്ലാം. അപ്പം ബാക്കിയുള്ളവരും
അറിഞ്ഞുകൂടെങ്കിൽ ലൊക്കേഷൻസ് അറിഞ്ഞുകൂടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. നമ്മളവിടെ ഉണ്ടാവും, തീർച്ചയായിട്ടും എക്സാം ദിവസം ഉണ്ടാവും. എല്ലാ ദിവസങ്ങളിലൊക്കെ വിളിച്ചോളൂ. ബാക്കിയുള്ള റിവിഷൻ ക്ലാസ്സുകൾ മറ്റുമൊക്കെ അറ്റൻഡ് ചെയ്യുക മാക്സിമം ഉള്ളവർ. പിന്നെ പോകേണ്ട സ്ഥലവും എത്തേണ്ട സമയവും എല്ലാം കറക്റ്റ് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് വിടുക കേട്ടോ, മാക്സിമം ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരിലേക്കും എത്തട്ടെ. അറിയാത്തവർക്ക് പലരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഹോൾ ടിക്കറ്റ് വന്നത്, അങ്ങനെയുള്ളവരുണ്ട്. ഓക്കെ, എനിവേ അതുപോലെ തന്നെ നിങ്ങൾക്ക് KVS NVSന്റെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 77 36 75 0473 പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.